നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളി. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയ പഴങ്ങളുടെ വില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാർഷിക വിപണിയിൽ ഏറ്റവും നല്ല വില കിട്ടുന്നത് ചെറിയ പഴങ്ങൾക്കാണ്. അതായത് ഞാലിപ്പൂവനും, പൂവനും, പാളാന്തോടനും, ചുവന്ന പഴമൊക്കെയാണ് ഏറ്റവും ഇപ്പം വലിയ ഡിമാൻഡ്. 1 കിലോ ഞാലിപ്പൂവൻ പഴമായിട്ട് വാങ്ങിക്കണമെങ്കിൽ കടകളിൽ ഇപ്പോൾ 90 മുതൽ 100 വരെയാണ് വില കൊടുക്കേണ്ടത്. അതേസമയം പച്ച കർഷകർക്ക് കിട്ടുന്നത് 80, 75, 85 ആ രീതിയിലേക്കാണ്. പല സ്ഥലങ്ങളിലും ലഭ്യത അനുസരിച്ചാണ് വില പോകുന്നത്. മുഴുത്ത കൊലയാണെങ്കിൽ നല്ല വില തന്നെ ഞാലിപ്പൂവിന് ഇപ്പോഴുണ്ട്. അതേസമയം പാളയന്തോടൻ്റെ വിലയും ഒട്ടും മോശമല്ല. ഇപ്പോൾ വിപണിയിൽ 30 മുതൽ 35 രൂപയാണ് വിപണിയിലും ഓടുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 50 രൂപയാണ് ഈ പാളയന്തോടൻ പഴത്തിന്. ഇനിയിപ്പോൾ ചൂടായതുകൊണ്ട് ഇനി ഈ ചെറിയ പഴങ്ങൾക്ക് വീണ്ടും വില കൂടുമോ എന്നുള്ളതാണ് ജനങ്ങൾക്ക് ആശങ്ക. കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണം കഴിഞ്ഞതോടുകൂടി ഏത്തയ്ക്കയ്ക്ക് ഡിമാൻഡ് കുറഞ്ഞു. അതിനനുസരിച്ച് അതിൻ്റെ വിലയും കുറഞ്ഞു. ഇപ്പോൾ 45 മുതൽ 65 രൂപയാണ് വിപണിയിൽ പോയത്. ഏറ്റവും നല്ല മുഴുത്ത കായ്ക്കാണ് 65 രൂപ. പഴമായിട്ട് വാങ്ങിക്കുമ്പോൾ 80, 85 രൂപ കൊടുക്കണം കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ. ഞാലിപ്പൂവിൻ്റെയും പാളയംകോടിൻ്റെ വില കൂടാൻ കാര്യം ലഭ്യത കുറഞ്ഞതാണ് പ്രശ്നം. കാരണം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, കനത്ത മഴയിലും കനത്ത കാറ്റിലും ഉയരത്തിൽ പോയ പാളാന്തോടനും ഞാലിപ്പൂവിനൊക്കെ മിക്ക ഒടിഞ്ഞ് വീഴുകയുണ്ടായി. അങ്ങനെയാണ് ഇതിൻ്റെ വില കൂടാൻ കാര്യം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കറണ്ട് ചാർജ് നല്ല രീതിയിൽ കൂടി നിൽക്കുകയാണ്. അതിന് കുറയ്ക്കാൻ വേണ്ടി പഴയ ഫാനുകളെല്ലാം മാറ്റി ഇപ്പം BLDC ഫാനുകളാക്കുകയാണ് മിക്ക ആൾക്കാരും. ഈ BLDCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബ്രഷ്ലെസ് ഡയറക്റ്റ് കറണ്ട് മോട്ടർ എന്നാണ് അതിൻ്റെ യഥാർത്ഥ മീനിങ്. ഞാനും 2 ഫാൻ വാങ്ങിക്കുകയുണ്ടായി കറണ്ട് ചാർജ് കുറയ്ക്കാൻ വേണ്ടി. അതിനകത്ത് 5 സ്റ്റാർ മോഡാണ് കിടക്കുന്നത്. ഒരു ഫാന് 1950 രൂപ വെച്ചാണ് ഓഫർ വിലയിൽ കിട്ടിയത്. അതിനകത്ത് MRP കിടക്കുന്നത് 3980. അപ്പോൾ ഈ ദേശീയോത്സവമായ ഓണത്തിന് സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരുന്നു 1950. 2 വർഷം വാറണ്ടിയുള്ളതും ലുക്കർ കമ്പനിയുടേതാണ്. ചാർജ് തീരെ കുറച്ചുമായ ഇതിന് ഒരു റിമോട്ടുണ്ട്. റിമോട്ട് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാനായി 1, 2, 3, 4, 5 വരെ അതിനകത്തുണ്ട്. ലീഫിൻ്റെ നീളം 1200 mm ആണ്. അതേസമയം 32 വാട്ട്സ് മതി എന്നാണ് ഇത് പറയുന്നത്. എന്തായാലും ഒന്ന് ഫിറ്റ് ചെയ്ത് നല്ല കാറ്റൊക്കെയാണ്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ കറണ്ട് കുറയുന്നുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് റിമോട്ട് വെച്ച് ഫാൻ ഓഫ് ചെയ്യുകയും ചെയ്യാം, ഓൺ ചെയ്യുക. സ്വിച്ച് എപ്പോഴും ഓൺ ഓഫ് ആക്കേണ്ട കാര്യമില്ല. ഓൺ ഇരുന്നാലും നമുക്ക് കടന്നോ ഇരുന്നോ ഇത് റിമോട്ട് വെച്ച് ഓഫാക്കുകയും ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് കാറ്റ് കുറവ് വേണമെങ്കിൽ അതിനനുസരിച്ച് കൺട്രോളും ചെയ്യാം. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടുന്നത് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും.